ലീഗ് LDF-ലേക്ക് പോകുമെന്ന് കേട്ടു തുടങ്ങിയിട്ട് കുറെ നാളായി. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? അത് സൂയിസൈഡലായിരിക്കും. ലീഗിലല്ല, രണ്ടുപേർക്കും സൂയിസൈഡ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചോ, കോൺഗ്രസ് ഓൾറെഡി ഇറ്റ് ഇസ് ക്രംബ്ലിങ്. ഇവിടെ 20% കണ്ട വോട്ടുള്ളൂ അല്ലേ? കോൺഗ്രസിന് വോട്ട് 20 ഉള്ളൂ പ്രശാന്ത്. കേരളത്തിൽ സംശയമാണ്. അതെ, ലീഗിൻ്റെ ഒക്കെ വോട്ടുണ്ടല്ലോ അല്ലേ? ആ ലീഗിൻ്റെ വോട്ട് അടക്കമാണ് ഈ 20%. ഈ 20% വോട്ടും BJPയുടെ 15% വോട്ടും ഇങ്ങനെ നിൽക്കണം ഇപ്പോഴീട്ടോ. അപ്പോൾ ഈ കോൺഗ്രസിന് കുറേ പേര് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ BJP വിൽ ബിക്കം നമ്പർ 1. അതെ, പക്ഷേ ഈ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലീഗ് ഇനിയും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നതിൽ ലീഗിൻ്റെ ജോലി, ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പാർട്ടിയല്ലേ, ഭരണത്തിന് കുറച്ച് മാറിക്കട്ടെ. അതിനെന്താ, ഇനിയും മാറിക്കട്ടെ. ആക്കുണ്ട് ലീഗ്. ഐ വിൽ ടെൽ യു, ലീഗ് ഇസ് എ ഗുഡ് പാർട്ടി. കാരണം അവരായിട്ട് ഞാൻ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അവരെ ആൾക്കാരൊക്കെ ഒരു കമ്മിറ്റഡും പിന്നെ വളരെ സിമ്പിളായിട്ടും അവർ MLA-മാരൊക്കെ വളരെ സിമ്പിൾ അല്ലേ, കുറച്ച് പേരല്ലേ ഉള്ളൂ. അതെല്ലാം പാവങ്ങളാണ്. കുറുക്കോളി മൊയ്തീൻ, നജീബ് കാന്തപുരം, TB ഇബ്രാഹിം ഒക്കെ എല്ലാവരും വളരെ വളരെ സിമ്പിളായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇനിയിപ്പോൾ ഒരു പഞ്ചായത്തൊക്കെ ഉണ്ടല്ലോ, മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തൊക്കെ അവരതിലുണ്ടല്ലോ. അപ്പോൾ അവരത് വെച്ചൊക്കെ പോവും അവർ. അതുകൊണ്ട് അപ്പോൾ നമ്മളൊരു വി ഷുഡ് നോട്ട് കം ടു എൻ അസംഷൻ ദറ്റ് പിണറായി വിജയൻ കനോട്ട് ബി ഡിഫീറ്റഡ്. മേ ബി വിൽ ബി ഡിഫീറ്റഡ്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ തന്നെ, നമ്മളിപ്പോൾ നടക്കാൻ പോണ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ കോൺഗ്രസ്സിന് ഒരു ഡൈ ഓർ ഡു വേണം. കോൺഗ്രസ്സിന് ഇവിടെയുള്ള 15 സീറ്റും 15 അല്ലേ, അതെ 16 അല്ലല്ല, മറ്റൊരു പെടുമല്ലോ ലീഗും ഒക്കെ. UDF അല്ല, കോൺഗ്രസിൻ്റെ സീറ്റുകൾ അതിൽ കുറവ് വന്നാൽ പിന്നെ ഇന്ത്യയിലല്ലോ. ഇന്ത്യയിൽ പിന്നെ എന്താ അവർക്ക് ക്ലെയിം? അവർ രാജസ്ഥാൻ മധ്യപ്രദേശ് ഒന്നും കിട്ടാൻ പോകില്ല. അത് കർണാടകയിൽ കഴിഞ്ഞ ജയിച്ചപ്പോഴും സിദ്ധരാമയ്യയുടെ ആദ്യത്തെ ഗവൺമെൻറ് സമയത്തും 22 സീറ്റ് ഇവരയില്ല, അത് BJPയുടെ ഇല്ല. അവിടെയൊക്കെ അവർ 2 രീതിയിലാണ് കാണുന്നത്. ലോക്കൽ ലീഡർ സിദ്ധരാമയ്യ, അവിടുത്തെ ലീഡർ മോഡി എന്നുള്ളതാണ്. മോഡിക്ക് ഭയങ്കര ഫാക്ടേഴ്സ് ഉണ്ടല്ലോ കുറേ. ഒന്നും അയാളുടെ മുകളിൽ ആരോപണം ഉന്നയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സവർണ ഫിലോസഫിയുടെ ആളാണ്. അതിന് ഞാൻ അവർണനാണല്ലോ പെട്ട് എന്തല്ലേ. എനിക്ക് കുടുംബമേ ഇല്ലല്ലോ, അതിനെ വഴിക്കിട്ട് പോകുന്നല്ലോ. കൂടിയിട്ട് എന്ത് ചോദിച്ചാൽ അതെന്താണ്, ഞാൻ പൈസക്കാരനാണോ? നിങ്ങളിപ്പോൾ കമൽനാഥ് ഭയങ്കര റിച്ചാണ് ശരിക്കും. ഇയാളുടെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ചായ വിറ്റിടക്കായിരുന്നു. ചായ വിറ്റിടുന്നത് റെയിൽവേ സ്റ്റേഷനിലല്ല, ചായ വിറ്റിടുന്നത് RSS ഓഫീസറാണ് ഇയാളെ ചായ കൊടുക്കുന്നത്. മൂപ്പറന്ന് ലേശം ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് സ്റ്റേഷനിലോട്ടാക്കി. അതൊക്കെ അയാളാക്കും. ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഘടകങ്ങൾ, കേരളത്തിലെ വോട്ടേഴ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അല്ല, കേരളത്തിലെ വലിയൊരു പ്രശ്നം മന്ത്രിസഭയെ പറ്റിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് വരുന്നത്. അത് എത്രത്തോളം പബ്ലിക് അത് ഏറ്റെടുക്കും, അതോ മറ്റേ ഇതിലോട്ട് തന്നെ പോവുമോ, പിന്നെ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് വലിയ സ്വരചേർച്ചയില്ല ഇപ്പം കുറച്ച് കാലമായിട്ട്. അല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പോപ്പ് അർബൻ്റെ കാലത്ത് കുരിശുദ്ധം ആരംഭിച്ച കാര്യം പറഞ്ഞത് അതല്ല. ബേസിക്കലി ഉണ്ടായിട്ടില്ല. വാട്ട് ഇസ് ദാറ്റ് ഇസ് കറക്റ്റ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദീസ് പീപ്പിൾ, ഇവർ ഒരേ സ്ഥലത്താണല്ലോ ജനിച്ചത്, ഇവരൊന്നാണല്ലോ, ഇവരെ കുടുംബ സ്വത്തിൻ്റെ തർക്കമാണല്ലോ. ഇവർ ശരിക്കും ബേസിക്കലി ഇവർ ഒന്നാണ്. അപ്പോൾ ഇവർ ആ ലാൻഡും ഇവരുടെ ഒന്നാണ്. അപ്പോൾ ഇവർ കിടന്ന് നമ്മുടെ സമസ്തയും APയും അത് തന്നെ ഇത് അല്ല എന്താ തർക്കം? ഇവരെ ദൈവം ഒന്ന്, ഇവരെ മാലാകമാരൊന്ന്, എല്ലാവരും ഇവരെ ഒന്നാണ്. മറ്റേ പ്രവാചകന്മാർ വരെ ഒന്നാണ് ഇവരുടെ, എക്സെപ്റ്റ് ഫോർ ലാസ്റ്റ്. അപ്പോൾ ഇവർ അവരായിട്ട് പക്ഷെ കേരളത്തിൽ തിരിച്ചായിരുന്നു. കുറേ കാലം കേരളത്തിൽ ഇവരൊരു അലയൻസ് ഉണ്ടായിരുന്നു. ആ അലയൻസ് പ്രകാരമാണ് UDF നിലനിന്നിരുന്നത്, പ്രത്യേകിച്ച് കത്തോലിക്ക വോട്ട്. പക്ഷെ അത് പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. പിടികിട്ടി, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ അത് ദറ്റ്സ് ഓൺലി അപ്ലിക്കബിൾ ടു ദി കാത്തലിക്സ്. അത് ഓർത്തഡോക്സിനോ അല്ലെങ്കിൽ നമ്മുടെ ജേക്കോബൈറ്റോ CSIക്കൊന്നും ബാധകമല്ല. അവരായിട്ടൊന്നും യാതൊരു തർക്കമല്ല. ഇവരായിട്ട് എന്തോ ഇവർ ഇങ്ങോട്ടുള്ള തർക്കമല്ല, ഇവർ മോഡിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ പറയുന്നത്, ഇവർക്കൊരു പേടിയുണ്ട്, ഇവർ കണ്ടമാനം പണമൊക്കെ വരണല്ലേ.